ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായക സ്ഥാനമുള്ള സോഷ്യലിസ്റ്റ് ബീഹാറിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറുക എന്നത് ബി.ജെ.പിയുടെ എക്കാലത്തെയും വലിയ ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു. 2020-ൽ 74 സീറ്റാണ് ബി.ജെ.പി നേടിയത്. 75 സീറ്റ് നേടിയ ആർ.ജെ.ഡി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. ഇരട്ട എഞ്ചിൻ സർക്കാരെന്ന ദൌത്യവുമായി എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പ്രചാരണം ബീഹാറിൽ ഫലം കണ്ടു. മോദി ഇഫക്ട് ബീഹാറിലും ബി.ജെ.പിക്ക് മേൽക്കൈ നൽകിയെന്നാണ് വിലയിരുത്തൽ. ബി.ജെ.പി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുമെന്ന എക്സിറ്റ് പോൾ ഫലം യാഥാർത്ഥ്യമായി. ഹിന്ദു മുന്നാക്ക വോട്ടുകളുടെ ഏകീകരണം ഉൾപ്പെടെ ബി.ജെ.പിക്ക് ഗുണം ചെയ്തു. 2020-ൽ 43 സീറ്റ് മാത്രമാണ് ജെ.ഡി.യു നേടിയതെങ്കിലും നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കാൻ ബി.ജെ.പി സമ്മതം മൂളി. സുശീൽ കുമാർ മോദിയെപ്പോലെ ജനസമ്മതിയുള്ള നേതാക്കളുടെ അഭാവം തിരിച്ചടിയാകാതിരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള മുതിർന്ന ദേശീയ നേതാക്കളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ ബി.ജെ.പിയെ തുണച്ചു. തുടക്കത്തിൽ നിതീഷ് കുമാറിനെ ഉയർത്തിക്കാട്ടാൻ ബി.ജെ.പി തയ്യാറായിരുന്നില്ലെങ്കിലും നിതീഷ് ഫാക്ടർ നേട്ടമാകുമെന്ന വിലയിരുത്തലിൽ ബി.ജെ.പി എത്തിച്ചേർന്നു. നിതീഷ് കുമാർ തന്നെയാകും മുഖ്യമന്ത്രി എന്നുറപ്പിച്ചു പറയാൻ ബി.ജെ.പി തയ്യാറായി. ഒഡീഷ, ബീഹാർ, ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ മേൽക്കൈ നേടുക എന്നത് ബി.ജെ.പിയുടെ വലിയ ലക്ഷ്യമാണ്. ഒഡീഷയിൽ ഇതാദ്യമായി ഭരണം പിടിച്ച ബി.ജെ.പി ഇപ്പോൾ ബീഹാറിലെ ഏറ്റവും വലിയ പാർട്ടിയായി. ഇനി ബംഗാളാണ് അടുത്ത ഊഴം.